വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. ഏവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഈയിടെ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഇനി മറ്റ് ചില ISL ടീമുകളുടെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ. ഡണ്ടിയിൽ, അതായത് സൈനിങ് കംപ്ലീറ്റ് ചെയ്ത് ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത 2 സൈനിങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന പ്രമുഖ ലീഗുകളായ നമ്മുടെ ചാമ്പ്യൻസ് ലീഗും യൂറോ കപ്പും അതുപോലെ തന്നെ കോപ്പ അമേരിക്കയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൾ ടച്ച് ചെയ്ത് നമ്മൾ കൂടെ ജോയിൻ ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം വീഡിയോകൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഇനി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അത് തന്നെ ISL 2 അപ്ഡേറ്റുകളിലേക്ക് വരാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരം 2020 ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുഴുവൻ മത്സരങ്ങളിലും നിറഞ്ഞാടിയ, പിന്നെ 2021-22 സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ കയറിയ വർഷത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പകുതിയോളം മത്സരങ്ങളിൽ പങ്കെടുത്ത് പിന്നീട് പരിക്ക് പറ്റി പുറത്തുപോയ ആൽബിനോ ഗോമസ് എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രമുഖ ഗോൾ കീപ്പറായിരുന്ന, പെനാൽറ്റി കിങ് എന്നൊക്കെ അറിയപ്പെടുന്ന, പെനാൽറ്റി സേവ് ചെയ്യുന്ന കിങ് അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ആൽബിനോ ഗോമസിനെ ഇപ്പോൾ ജംഷഡ്പൂർ FC സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു I-ലീഗ് ക്ലബ്ബിൽ നിന്നാണ് ജംഷഡ്പൂർ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആൽബിനോ ഗോമസിനെ. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പരിക്കുപറ്റി പുറത്തുപോയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് 2024 ടീം വിടുകയും ശ്രീനിധിൻ FC എന്ന് പറയുന്ന I-ലീഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുകയും അദ്ദേഹം പിന്നീട് 2 വർഷം അവിടെ കളിക്കുകയും പിന്നീട് ഇപ്പോൾ ജംഷഡ്പൂരിന് വേണ്ടി സൈൻ ചെയ്തിരിക്കുകയാണ്. 2024-25 സീസണിലേക്ക് വേണ്ടി ജംഷഡ്പൂരിന് വേണ്ടി കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. 30-കാരനാണ് ആൽബിനോ ഗോമസ്. അടുത്തതായി മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ജേഴ്സിയിലും FC ഗോവയുടെ ജേഴ്സിയിലും മുംബൈ സിറ്റിയിൽ ജേഴ്സിയിലൊക്കെ നിറഞ്ഞാടിയിട്ടുള്ള ഒരു വിദേശ താരമാണ്. ഫെറാൻ കോറോമിനാൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് FC ഗോവയിൽ ഒരു കോംബോയി നിറഞ്ഞാടിയ മിഡ്ഫീൽഡിൽ അടക്കി ഭരിച്ചിരുന്ന ഒരാളായിരുന്നു നമ്മുടെ സ്വന്തം ഹ്യൂഗോ ഗോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹ്യൂഗോ ഗോമസ് ഒരു നല്ലൊരു ടാലൻറ്റഡ് ഫുട്ബോൾ പ്ലെയറാണ്. ഗോവയ്ക്ക് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെച്ചു. പിന്നീട് മുംബൈ സിറ്റിയിലേക്ക് പോവുകയും അവിടെയും നല്ല പ്രകടനം കാഴ്ചവെച്ച് ചാമ്പ്യൻസ് ആവുകയും ചെയ്തു. അതായത് ഷീൽഡും കപ്പും ഒരുമിച്ച് എടുത്ത വർഷം മുംബൈ സിറ്റിയുടെ ഭാഗമായിരുന്നു അദ്ദേഹം. പിന്നീട് മോഹൻ ബഗാനിലേക്ക് ചേക്കേറുകയും അവിടെ ഫസ്റ്റ് വർഷത്തിലൊക്കെ അത്യാവശ്യം മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തെങ്കിൽ പിന്നീട് അവസരങ്ങൾ ലഭിക്കാതാകുകയും മറ്റ് പ്ലേയേഴ്സ് അവിടത്തേക്ക് വരികയും അവസരങ്ങൾ ലഭിക്കാതാകുകയും പിന്നെ ടീമിലേ ഇല്ലാതെയാവുകയും ഉൾപ്പെടാതാവുകയും, എന്നാൽ ടീമിൽ നിലനിർത്തിക്കൊണ്ട് ടീമിന് പുറത്തിരിക്കുകയും വരേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പോൾ ഒഡീഷ FCയിലേക്ക് അദ്ദേഹം ചേക്കേറിയിരിക്കുകയാണ്. സെർജിയോ ലൊബേറയുടെ കീഴിൽ ഒഡീഷയിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം. 2 ദിവസം മുമ്പായിരുന്നു ഈ സൈനിങ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒഡീഷ FC. ഏതായാലും ഇനി യൂറോ കപ്പിലേക്ക് വരുമ്പോൾ, യൂറോ കപ്പിൽ ഇന്ന് ഫൈനൽ പോരാട്ടമാണ്. ഇന്നത്തോടുകൂടി യൂറോ കപ്പ് അവസാനിക്കുകയാണ്. ഇന്നലെ നാളെ പുലർച്ചെ 12 മണിക്കാണ് യൂറോ കപ്പ് നടക്കുന്നത്. സ്പെയിൻ ഇംഗ്ലണ്ടിനെതിരെയാണ് നേരിടുന്നത്. ഇംഗ്ലണ്ടിൻ്റെ കാര്യം പരിശോധിക്കുകയാണ്. ഇംഗ്ലണ്ട് എഴഞ്ഞാണ് യൂറോയുടെ ഫൈനലിൽ എത്തിയെന്നുള്ള കാര്യം എല്ലാ ആരാധകർക്കും അറിയാം. അത് ഇംഗ്ലണ്ടിൻ്റെ ആരാധകർക്കാണെങ്കിലും സ്പെയിൻ്റെ ആരാധകർക്കാണ്, പോർച്ചുഗൽ മറ്റ് ആരാധകർക്കാണെങ്കിലും അറിയുന്ന കാര്യമാണ്. ഇംഗ്ലണ്ട് നല്ലൊരു സ്ക്വാഡ് അവർക്കുണ്ടെങ്കിലും അവർ വലിയൊരു വിജയം സ്വന്തമായിക്കൊണ്ട് നല്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് സെമിയിൽ നിന്ന് സെമിയിൽ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിലൊന്നും അത്ര വലിയ പ്രകടനം കാഴ്ചവെച്ചിട്ടില്ലായിരുന്നു ഇംഗ്ലണ്ട്. സ്പെയിൻ്റെ കാര്യത്തിലേക്ക് എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നതെന്ന കാര്യം അറിയാം. അപ്പം ഇന്ന് യൂറോ കപ്പിൽ ആര് വിജയിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. എൻ്റെ ഒരു ഒപ്പീനിയൻ സ്പെയിൻ ആയിരിക്കുമെന്നാണ്. ഞാൻ ചെറിയ രീതിയിലൊരു സ്പെയിൻ ആരാധകനാണ്. അടുത്തതായി പറയാൻ പോകുന്നത് കോപ്പ അമേരിക്കയെ കുറിച്ചാണ്. കോപ്പ അമേരിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് മെസ്സിയും അതുപോലെ തന്നെ മെസ്സിയുടെ സംഘമായ അർജൻറ്റീന ഇന്ന് കൊളംബിയക്കെതിരെയാണ് ഇറങ്ങാൻ പോകുന്നത്. കൊളംബിയ നോക്കുകയാണെങ്കിൽ കൊളംബിയ ആദ്യമായിട്ടാണ് ഒരു ഫൈനലിലെത്തുന്നത് കോപ്പ അമേരിക്കയുടെ. അവരുടെ ആദ്യത്തെ ഒരു ഫൈനൽ എന്ന രീതിയിൽ അവർക്ക് ഒരു നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായി തന്നെ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അർജൻറ്റീനയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഡീമരിയയുടെ അവസാന നാഷണൽ മത്സരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി മെസ്സി കപ്പ് ഉയർത്തുമെന്ന് തന്നെയാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മെസ്സി കപ്പ് ഉയർത്തുമില്ലെന്ന് കണ്ടറിയാം. നിങ്ങൾ കോപ്പ അമേരിക്കയിൽ ആര് വിജയിക്കുമെന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. എൻ്റെ ഒപ്പീനിയൻ മെസ്സിയുടെ സംഘമായ അർജൻറ്റീന തന്നെയായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റു വീഡിയോ മറ്റ് കണ്ടുകിട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ഓൾട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റു വീഡിയോ മറ്റ് കണ്ടുകിട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.